ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായൊരു രാഷ്ട്രീയ ശക്തിയുടെ നിയമപുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചൈനീസ് ഭരണഘടനയെക്കുറിച്ചാണ്. പക്ഷെ കേൾക്കുമ്പോൾ തോന്നുന്നതുപോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. ഇത് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് പോലൊരു ഭരണഘടനയല്ല. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ? എന്തായിരിക്കും ഒരു രാജ്യത്തെ ഏറ്റവും വലിയ നിയമം അവിടുത്തെ ഭരണഘടനയല്ലെങ്കിൽ സംഭവിക്കുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നതിനു പകരം അതിന്റെ അധികാരത്തെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു രേഖയായി ഭരണഘടന മാറിയാലോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യമാണ് ചൈനീസ് ഭരണഘടനയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ. ചൈനീസ് ഭരണഘടനയുടെ കാര്യമെടുത്താൽ അതിന്റെ ഹൃദയത്തിൽ തന്നെ വലിയൊരു വൈരുദ്ധ്യമൊളിഞ്ഞിരിപ്പുണ്ട്. അതായത്, കടലാസിൽ നോക്കുകയാണെങ്കിൽ പൗരന്മാർക്ക് ആധുനികമായ എല്ലാ അവകാശങ്ങളും നൽകുന്നുണ്ട്. പക്ഷെ പ്രായോഗികമായി കാര്യങ്ങൾ അങ്ങനെയല്ല. എല്ലാ അധികാരവും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈകളിൽ ഭദ്രമാണ്. അപ്പോ ഈ ഭരണഘടനാപരമായ വൈരുദ്ധ്യം എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? കടലാസിലെ നിയമവും പ്രയോഗത്തിലെ അധികാരവും തമ്മിൽ ഇത്ര വലിയൊരു വ്യത്യാസം എവിടെ നിന്നാണ് വരുന്നത്? വരൂ, നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ അധികാര കേന്ദ്രീകരണത്തിന്റെയൊക്കെ ഉറവിടം എവിടെയാണെന്നറിയോ? അതിന് നമ്മൾ ഭരണഘടനയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകണം. അതിന്റെ ആമുഖവും പൊതുതത്വങ്ങളുമൊക്കെ പരിശോധിക്കണം. അവിടെയാണ് പാർട്ടിയുടെ പരമാധികാരം നിയമപരമായി സ്ഥാപിക്കപ്പെടുന്നത്. എല്ലാം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യ വരികളിൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ചൈനയെ നയിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ആമുഖം തറപ്പിച്ചു പറയുന്നുണ്ട്. മാർക്സിസം, ലെനിനിസം, മാവോയുടെ ചിന്തകൾ, എന്തിന് നിലവിലെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ചിന്തകൾ വരെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന് നിയമസാധുത നൽകാനായി ഇതിൽ ചേർത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നിയമം തുടങ്ങുന്നതിനു മുൻപ് പാർട്ടി തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നു. പക്ഷേ ഇതേ ഭരണഘടനയുടെ 2ാം ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ഞെട്ടും. അതിലെന്താ പറയുന്നതെന്നറിയോ? എല്ലാ അധികാരവും ജനങ്ങളുടേതാണെന്ന്. ഇതൊരു വലിയ വാഗ്ദാനമല്ലേ? എന്നാൽ ആ വാഗ്ദാനത്തിനൊരു ബട്ടുണ്ട്. ജനങ്ങൾക്ക് ഈ അധികാരം നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. പകരം അത് വിനിയോഗിക്കുന്നത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്ന അവരുടെ പാർലമെന്റാണ്. ഇനി ആ പാർലമെന്റിന്റെ കാര്യമെടുത്താലോ? അതിനു മുകളിൽ പാർട്ടിയുടെ പൂർണ്ണമായ നിയന്ത്രണവുമുണ്ട്. അപ്പോൾ അധികാരം ആരുടെ കയ്യിലാണ്? ഈ ഒരു സിസ്റ്റത്തിനെ അവരെ വിളിക്കുന്ന പേരാണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം. കേൾക്കുമ്പോൾ ഡെമോക്രാറ്റിക് അഥവാ ജനാധിപത്യം എന്നൊക്കെ തോന്നുമെങ്കിലും ശരിക്കുള്ള ഊന്നൽ സെൻട്രലിസം അഥവാ കേന്ദ്രീകരണത്തിനാണ്. സംഭവം സിമ്പിളാണ്. താഴെയുള്ളവർ മുകളിലുള്ളവരെ അനുസരിക്കണം. എല്ലാവരും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെയും അനുസരിക്കണം. അതാണ് അവിടുത്തെ നിയമം. പാർട്ടിയുടെ അധികാരം ഇത്രത്തോളം ശക്തമാണെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ പൗരന്മാരുടെ അവകാശങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഭരണഘടന അവർക്ക് എന്ത് വാഗ്ദാനങ്ങളൊക്കെയാണ് നൽകുന്നത് എന്ന് നോക്കിയാലോ? അവരുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 35 ഒന്ന് വായിച്ചു നോക്കിയാൽ സത്യം പറഞ്ഞ നമ്മൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെ ഭരണഘടനയാണോ വായിക്കുന്നതെന്ന് ഒരു നിമിഷം സംശയിച്ചു പോകും. അഭിപ്രായ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ തുടങ്ങി എല്ലാ അടിസ്ഥാന അവകാശങ്ങളും ഇതിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ ചിത്രം ഇതൊന്നുമല്ല. ഈ പറയുന്ന അവകാശങ്ങളെല്ലാം വെറും കടലാസിലൊതുങ്ങുന്നു എന്നതാണ് സത്യം. കാരണം ദേശീയ സുരക്ഷയുടെ പേര് പറഞ്ഞ് ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം എപ്പോൾ വേണമെങ്കിലും കർശനമായി നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയും. അതാണ് അവിടുത്തെ റിയാലിറ്റി. ഇവിടെയാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം വരുന്നത്. അവകാശങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കടമകൾക്കാണ്. ഓരോ പൗരനും ഭരണഘടന അനുസരിക്കണം, നികുതി അടയ്ക്കണം, ദേശീയ ഐക്യം സംരക്ഷിക്കണം. ഇതൊക്കെ അവരുടെ കടമകളാണ്. ഈ കടമകൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ അവകാശങ്ങൾക്കു മുകളിലുള്ള ഒരു നിയന്ത്രണമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ പൗരന്മാരുടെ അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണകൂടം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആരാണ് ശരിക്കും അവിടെ അധികാരം കൈയാളുന്നത്? നമുക്ക് അവരുടെ ഭരണകൂടത്തിന്റെ ഘടനയൊന്ന് പരിശോധിക്കാം. കടലാസിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ചൈനയിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം അവരുടെ പാർലമെന്റായ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്, അതായത് NPC ആണ്. നിയമങ്ങളുണ്ടാക്കാനും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനും ഒക്കെയുള്ള അധികാരം അവർക്കാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പ്രായോഗികമായി ഈ NPC എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ബോഡിയായ പൊളിറ്റ് ബ്യൂറോയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. ശരിക്കുള്ള പവർ ഹൗസ് അവിടെയാണ്. 2018 ഈ അധികാര കേന്ദ്രീകരണം അതിന്റെ പീക്കിലെത്തി എന്ന് പറയാം. അതുവരെ പ്രസിഡന്റിന് 2 തവണ മാത്രമേ അധികാരത്തിൽ തുടരാൻ പറ്റുമായിരുന്നുള്ളൂ. ആ നിയമം ഭരണഘടന ഭേദഗതി ചെയ്ത് അങ്ങെടുത്തു കളഞ്ഞു.
ഇതോടെ നിലവിലെ നേതാവിന് ആജീവനാന്തം പ്രസിഡന്റായി തുടരാനുള്ള വഴിയാണ് അവിടെ തുറന്നുകിട്ടിയത്. ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നിയന്ത്രിക്കുന്നത് പാർട്ടി തന്നെയാണ്. മന്ത്രിസഭയായാലും കോടതികളായാലും എന്തിന്, സൈന്യം പോലും പാർട്ടിയുടെ കീഴിലാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ചൈനയുടെ സൈന്യം കൂറു പുലർത്തുന്നത് രാജ്യത്തോടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ്. അപ്പോ ഇതിന്റെയൊക്കെ അർത്ഥം വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെയുള്ള അധികാര വിഭജനമോ സ്വതന്ത്രമായൊരു നീതിന്യായ വ്യവസ്ഥയോ ചൈനയുടെ രാഷ്ട്രീയ സംവിധാനത്തില് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോ നമ്മൾ ഇതുവരെ കണ്ട ഈ വൈരുദ്ധ്യങ്ങളെല്ലാം വെച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്താണ് ഈ ഭരണഘടനയുടെ യഥാർത്ഥ ലക്ഷ്യം? കാരണം ഇത് വെറുമൊരു നിയമപുസ്തകമല്ല, അതിനപ്പുറം മറ്റെന്തോ ആണ്. ഈ ഭരണഘടനയുടെ ഒരു മൊത്തത്തിലുള്ള സ്വഭാവം നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം. ഒരു വശത്ത് സാമ്പത്തിക വികസനത്തിനും സ്വകാര്യ സ്വത്തിനും സംരക്ഷണം നൽകുന്നുണ്ട്. പക്ഷെ മറുവശത്ത് രാഷ്ട്രീയപരമായ എല്ലാ അധികാരങ്ങളും പാർട്ടിയുടെ കൈകളിൽ ഒതുക്കുന്നു. സ്വതന്ത്രമായ കോടതികളോ പല പാർട്ടികളുള്ള ജനാധിപത്യമോ അല്ലെങ്കിൽ യഥാർത്ഥ പൗരാവകാശങ്ങളോ അവിടെയില്ല. എല്ലാം പാർട്ടിയുടെ പരമാധികാരത്തിന് താഴെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമിതാണ്: ഈ ഭരണഘടനയുടെ പ്രധാന ജോലി എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള കേന്ദ്രീകൃത പാർട്ടി ഭരണ സംവിധാനത്തിന് ഒരു നിയമപരമായ ചട്ടക്കൂട് കൊടുക്കുക, അതിനൊരു നിയമസാധുത നൽകുക, അത്രമാത്രം. അപ്പോ നമ്മൾ ഈ ചർച്ച തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഒരു ഭരണഘടനയുടെ യഥാർത്ഥ ജോലി എന്തായിരിക്കണം? അത് ഭരണകൂടത്തിന്റെ അധികാരത്തെ പരിമിതപ്പെടുത്താനാണോ, അതോ നിലവിലുള്ള അധികാരത്തെ ന്യായീകരിക്കാനും നിയമസാധുത നൽകാനുമാണോ? ചൈനയുടെ ഭരണഘടന ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരം വളരെ വ്യക്തമാണ്. അതിൽ സംശയങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?